അപ്രതീക്ഷിതമായി ഭാരത് അരി എത്തിയ സന്തോഷത്തിലാണ് കോഴിക്കോട്ടുകാർ. വയനാട്ടിലേക്ക് കൊണ്ടുപോയ അരി ഹർത്താൽ കാരണം കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. ജില്ലയിലെ പലയിടങ്ങളിലായി വിതരണം ചെയ്ത അരി നിമിഷനേരം കൊണ്ടാണ് വിറ്റ് തീർന്നത്. കേന്ദ്ര സർക്കാർ കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ നൽകുന്ന ഭാരത് അരിക്ക് കോഴിക്കോടും വലിയ ജനപ്രീതി. അപ്രതീക്ഷിതമായാണ് ഭാരത് അരി കോഴിക്കോടെത്തിയത്. ഭാരത് അരിയുമായി വയനാട്ടിലേക്ക് പോയ വണ്ടി ഹർത്താൽ കാരണം ഇന്നലെ തിരിച്ചു വന്നു. കോഴിക്കോട് ജില്ലയിലെ പല ഇടങ്ങളിലായി അരി വിതരണവും ചെയ്തു. കോഴിക്കോട്ടുകാർക്കും സന്തോഷം. വയനാട്ടിലേക്ക് അരിയായിട്ട് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അവിടെ ഹർത്താലിൻ്റെ എന്തൊരു പ്രതീതി ഉള്ളത് കൊണ്ട് അവർ അത് നമ്മുടെ ഈ കോഴിക്കോട് വെച്ചിട്ട് വിതരണം ചെയ്യുകയാണ്. ഒരുപാട് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ അരി ഇറക്കിയതാണ്. വളരെ സന്തോഷം. ഞാനും മേടിച്ചിരിക്കുന്നു 2 ചാക്ക് അരി. നമ്മളിതുവരെ കേട്ടിട്ടേ ഉള്ളൂ ഭാരത് റൈസ് എന്നുള്ളത്. എന്തായാലും മോദിജീൻ്റെ അരി നമ്മളെ കയ്യിലെത്തിയെന്ന് സന്തോഷം. അടിപൊളി അരിയാണ്. 40-60 റുപ്യ വെക്കണ അരിയാണിത്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും തിന്നാൻ കഴിയില്ല ഈ അരി. ഇത് ഇപ്പോൾ സർക്കാർ കൊടുക്കണോണ്ട് നമ്മളൊക്കെ വാങ്ങിയിട്ട് തിന്നണേ, അല്ലെങ്കിൽ നമുക്ക് പൊന്നരി തിന്നാൻ കഴിയില്ല. ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് നമ്മളെ മോദി സർക്കാർ ഇങ്ങനത്തെ ഒരു നിബന്ധന എടുത്തത്. ഏറ്റവും വലിയ ഗുണമാണ്. എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ കേരള സർക്കാർ ഇടയിൽ നിന്നിട്ടാണ് നമുക്ക് ഈ ആനുകൂല്യമൊന്നും കിട്ടാത്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആളുകൾക്ക് ഉപകാരപ്രദമാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. റേഷൻ ഷാപ്പിൽ പീടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സപ്ലൈക്ക് പോയി കഴിഞ്ഞാലൊന്നും ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ജനങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ്. വളരെ സന്തോഷമുണ്ട്. ഭാരത് റൈസ് എന്ന് കേൾക്കാന്നല്ലാതെ എന്താണ് അതിൻ്റെ അവസ്ഥ, എന്തൊക്കെയാണ് കൊടുക്കുന്നതൊന്നും അറിയില്ല. എല്ലാവരും സന്തോഷത്തിലാണ്. കാരണം ആളുകൾ പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ ഒരു കാൽഭാഗത്ത് അരി തീർന്നു കഴിഞ്ഞ്. എന്തായാലും ഈ ജംഗ്ഷനിൽ ഇവർ പറഞ്ഞത് ഓരോ ജംഗ്ഷനിൽ വെക്കും എന്ന് പറഞ്ഞത്, ഒരു ജംഗ്ഷനിൽ വെച്ചാൽ തന്നെ ഈ ലോറി തീരാനുള്ള ചാൻസാണ്. കാരണം അത്രയും വിലവർദ്ധനമാണ് ഈ നാട്ടിൽ. ജനം, കോഴിക്കോട്.